നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജാ വഴിപാട് മാത്രമല്ല, ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് വന്നിട്ട് ഒരു സ്വിച്ച് വേർഡ് ആണ്. അത് നമുക്ക് അദൃഷ്ടത്തെ വാരിക്കോരി കൊടുക്കുന്ന ഒരു സ്വിച്ച് വേർഡ്. പ്രപഞ്ചം നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ്. ഇപ്പൊ ഇത് കേൾക്കുന്നവർ പറയും, എന്താ ഈ പ്രപഞ്ചം, എന്താ ഈ സ്വിച്ച് വേർഡ്, എന്താ ഈ ഏഞ്ചൽ നമ്പർ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും. അത്രയ്ക്കും ഇതിൽ എന്ത് പവറായിരിക്കുന്നെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ നാട്ടില് അത്ര സീരിയസ് ആയിട്ട് ആരും എടുക്കുന്നില്ല. റൂൾസ് എല്ലാം പറയുന്നുണ്ട്, ഒന്ന് ചെയ്തു നോക്കാം, ടക്കെന്ന് നടക്കണമെങ്കിൽ നടക്കട്ടെ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റില് അങ്ങനെ ചെയ്യുന്നവരും ഇരിക്കുന്നുണ്ട്. എന്നാല് സത്യത്തില് ഈ എബ്രോഡ് ഇരിക്കുന്നവര്, ഫോറിനേഴ്സ്, അവര് വന്നിട്ട് ഒരു വർക്കൗട്ട് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്കൗട്ട് മീൻസ് ഡെയിലിയും അവരത് ചെയ്ത് അവരുടെ ചിന്തകളിലേക്കാക്കി അവരത് കണ്ടിന്യൂ ചെയ്ത് വളർത്തിക്കൊണ്ടേ വരുന്നു. മനസ്സിലാവുന്നില്ലേ? ഏത് വിഷയം നടക്കണോ അത് പോസിറ്റീവായിട്ട് പ്രപഞ്ചം ചെയ്തു തരുമെന്ന് കരുതി വിചാരിച്ച് മനസ്സിൽ അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് അതിലേക്ക് പോകുന്നു. ഒരേ കാര്യം തന്നെ നമ്മൾ നടക്കണോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടിരുന്നാല്, നമ്മളത് പ്രപഞ്ചത്തോട് പറഞ്ഞിട്ടിരുന്നാല് അത് കൃത്യമായിട്ടും അത് അത്രയ്ക്കും ദൃഢമാവും, അത് നടന്നിരിക്കും. ദാറ്റ് മീൻസ് ഇങ്ങനെ നമ്മൾ സ്ട്രോങ് ആയിരിക്കുമ്പോൾ അത് എങ്ങനെ ആ വഴിയിലേക്ക് നമുക്ക് പോവാൻ പറ്റും, ഏത് ചെയ്താൽ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും എന്നുള്ളത് പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മൾ അതിനെ തേടി പോയില്ലെങ്കിലും പ്രപഞ്ചമായിട്ട് നമുക്കൊരു വഴി കാണിച്ചു തരുന്നു. ശരിയാ? എനിക്കൊന്നും നടക്കുന്നില്ല എന്ന് ഒരു ചില പേരല്ല, ഒരു 90% ആൾക്കാരും അങ്ങനെ ഫീൽ ചെയ്യുന്നവരുണ്ട്. ഒരു ചില പേര് നടന്നാലും അയ്യോ എനിക്കത് ശരിയായിട്ട് വർക്കൗട്ട് ആവുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഈ ഡേ നല്ലതായിരിക്കണം, പക്ഷെ എനിക്ക് രാവിലെ തന്നെ പ്രശ്നം ഉണ്ടായി. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര്, എനിക്ക് ഇപ്പോ ഈ വിഷയം ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, എനിക്ക് രാവിലെ തന്നെ എനിക്ക് അതിന് നടക്കണം, ഒരു ലക്ക് വന്നിട്ട് എനിക്ക് കിട്ടണം. എന്നിട്ട് നമുക്കേ അറിയാം നമ്മുടെ ലിമിറ്റ്സ്, നമ്മുടെ എനർജി എത്ര എന്നുള്ളത് അത് നമുക്കറിയാം. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? നമ്മുടെ ലക്ക് വന്നിട്ട് ഇൻക്രീസ് ചെയ്യണം. ആ ലക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് ആണ് ഇന്നത്തെ പതിവിൽ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഈ സ്വിച്ച് വേർഡ് വന്നിട്ട് നിങ്ങൾക്ക് അമാനുഷികമായിട്ടുള്ള ഒരു അദൃഷ്ടത്തെ കൊടുക്കും. നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളെ തേടി വരും എന്നൊക്കെ പറയില്ലേ, അതുപോലെ പ്രപഞ്ചത്തിനോട് നിങ്ങൾ ആവശ്യപ്പെടുക, നിങ്ങളുടെ ഇഷ്ടദൈവത്തിനോട്, വരാഹിയമ്മനോട് പ്രാർത്ഥിച്ചോളുക. എന്നതിന് ശേഷം ഈ സ്വിച്ച് വേർഡ് വന്നിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര തവണ വേണേലും എപ്പോൾ വേണേലും നിങ്ങൾക്ക് ചൊല്ലാം, നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് നോട്ട്ബുക്കിൽ എഴുതാനാണ്. ബട്ട് ഈ ഒരു സ്വിച്ച് വേർഡ് വന്നിട്ട് നിങ്ങൾ വൈറ്റ് ഷീറ്റിൽ തന്നെ എഴുതുക. വൈറ്റ് ഷീറ്റിൽ ഏത് കളർ പെൻ വേണേലും യൂസ് ചെയ്യാം, ബട്ട് ബ്ലാക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്യണ്ട. എന്നതിന് ശേഷം ഇത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളിത് മടക്കി നിങ്ങളുടെ പോക്കറ്റിലോ പേഴ്സിലോ ബാഗിലോ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നിനകത്ത് വെച്ചോളുക. ശരിയാ? വേറൊന്നുണ്ട്, നിങ്ങളിപ്പോ പേഴ്സിലോ ബാഗിലോ വെക്കണമെന്നും ഇല്ല. നിങ്ങൾ എപ്പോഴും കാണുന്ന എവിടെയെങ്കിലും, ഇപ്പൊ കിച്ചണിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിന്റെ സൈഡിൽ നിങ്ങൾക്ക് എഴുതി ഒട്ടി വെക്കാം. അതുമാതിരി നിങ്ങൾ റൂമിലാണെങ്കിൽ അൽമാരിയിലെയോ, നിങ്ങൾ എപ്പോഴും കാണുന്നത് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് എഴുതി ഒട്ടി വെക്കാം. പിന്നെ പേഴ്സ് തുറക്കുമ്പോഴും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, ബാഗ് തുറക്കുമ്പോൾ കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഭയങ്കര മാജിക്കൽ പവറുള്ള ഒരു വേർഡാണ്. സോ ഇത് നോക്കുന്നതും ഉച്ചരിക്കുന്നതും എഴുതുന്നതും വന്നിട്ട് നമുക്ക് ഭയങ്കരമായ അദൃഷ്ടത്തെ കൊണ്ടുതരും. ശരിയാ? സിമ്പിളായിട്ട് പറഞ്ഞാല് നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, അത് നിങ്ങൾ മനസ്സിലൊന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഈ മെത്തേഡ് ചെയ്തോളുക. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടും.
ഞാൻ പറഞ്ഞല്ലോ, ഏത് സമയത്തിന് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ മനസ്സെല്ലാം കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കണം. അപ്പോൾ ചില പേർക്ക് രാത്രിയാണ് അതിന് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങളിത് ചെയ്തോളുക. ഇതും ചെയ്ത് നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എല്ലാം പ്രപഞ്ചം തരുന്നതാണ്. ഇതാണ് ആ സ്വിച്ച് വേർഡ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ബ്ലൂ സഫയർ, ബ്ലൂ സഫയർ, ബ്ലൂ സഫയർ. സ്പെല്ലിംഗ് എല്ലാം കറക്റ്റായിട്ട് നോക്കിക്കോളുക. ഫുൾ ക്യാപ്സിലേ എഴുതാൻ പാടുള്ളൂ. ശരിയാ? ഇതിന് വന്നിട്ട് യാതൊരുവിധ റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമേ ഇല്ല. നിങ്ങൾ നോൺ വെജ് കഴിച്ചാലോ എന്ത് വേണേലും നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ പുലവാലായ്മ ഒന്നും നിങ്ങൾ നോക്കണ്ട. പീരീഡ്സ് ടൈം ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉച്ചരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുളിക്കണമെന്നോ അങ്ങനെ യാതൊന്നുമില്ല. യാതൊരു കെട്ടുപാടുകളും ഇല്ലാത്ത ഒരു സ്വിച്ച് വേർഡ്. പക്ഷെ നിങ്ങളിത് പേപ്പറിൽ തന്നെ എഴുതി നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന പേഴ്സിലോ ബാഗിലോ ഇല്ല നിങ്ങൾ കാണുന്ന ഇടത്തിലോ ഒട്ടി വയ്ക്കുക. ശരിയാ? ഇതിന് നിങ്ങൾക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ഘടകം എന്താ വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് വന്നിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് വയ്ക്കുക. പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ വരാഹി അമ്മനെയും വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ചെയ്തോളുക. കറക്റ്റായിട്ട് നിങ്ങൾ ഇതിലേ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അത് വന്നിട്ട് ഇപ്പോ നിങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ അങ്ങനെ നല്ല നിങ്ങൾ ആശിച്ച മാതിരി, നിങ്ങളുടെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ച മാതിരി ഒരു ജോലി കിട്ടണം, നിങ്ങൾക്ക് ഒരു വാഹനം വാങ്ങണം, എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങൾ പറഞ്ഞോളുക. അതിലേ ഫോക്കസ് ചെയ്തോളുക. കൃത്യമായിട്ട് നിങ്ങൾക്കത് നടന്നു കിട്ടും. ഏതും നിങ്ങൾ നെഗറ്റീവായിട്ട് ആലോചിക്കരുത്. ഒരു സൂപ്പർ മാജിക് വന്നിട്ട് പ്രപഞ്ചം എനിക്കായിട്ട് ചെയ്യാൻ പോവുകയാണ്, ഞാൻ അത് വാങ്ങാൻ പോകുന്നു പ്രപഞ്ചത്തിൽ നിന്ന്. അങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്തോളുക. ഞാൻ എല്ലാവർക്കും മുന്നേയും ജയിക്കാൻ പോവുകയാണ്, ഞാൻ എല്ലാവർക്കും മുന്നേയും പ്രൗഢിയോടുകൂടി ജീവിക്കാൻ പോവുകയാണ്, എനിക്ക് എൻ്റെ പ്രപഞ്ചം എല്ലാം നേടിത്തരും. അങ്ങനെ നിങ്ങൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇത് ചെയ്തോളുക. മനസ്സ് ഫുള്ള പോസിറ്റിവിറ്റി. യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ പോസിറ്റീവ് മൈൻഡ്, കള്ളവും കാപട്യവും ഇല്ലാത്ത പോസിറ്റീവ് മൈൻഡ്, പോസിറ്റീവ് തിങ്കിങ്. ശരിയാ? നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് നോക്കാം, നമുക്ക് പാത്തുക്കലാം. കാരണം എന്ത് വന്നാലും നമുക്കത് ഓവർകം ചെയ്ത് പോയേ പറ്റുള്ളൂ. നമ്മളൊരു റോഡിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുവാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ പോയിട്ടേ ഇരിക്കുന്നു. നമ്മളൊരു 10 മിനിറ്റ് നിന്ന് 15 മിനിറ്റ് നിന്നു, നോ രക്ഷ. പക്ഷേ നമ്മളൊന്ന് അവിടെ സീബ്ര ക്രോസിംഗ് ഇല്ല എങ്കിൽ നമ്മളൊന്ന് കൈ കാണിച്ചിട്ട് ക്രോസ് ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ 1 hour അവിടെ തന്നെ നിൽക്കും. ആ സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും വീണാ പോയിടും. സോ എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തോളുക. അത് മാത്രമാണ് യൂണിവേഴ്സ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഏത് വന്നാലും നമുക്ക് നോക്കാം, നമ്മൾ മുന്നോട്ട് അച്ചീവ് ചെയ്തിട്ടേ ഇരിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരുന്നോളുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തോളുക. സത്യസന്ധമായിട്ട് ഇരിക്കുക. ശരിയാ? എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒരു ലൈക്കും കൂടെ തരണേ. മാത്രമല്ല, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.